ഹരേ കൃഷ്ണ. എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരുപാട് പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്തിട്ടും സാധിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു വലിയ കാര്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് 7 ദിവസം നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ്. അത് വ്രതത്തിലായിരിക്കണം ആ മന്ത്രം ചൊല്ലേണ്ടത്. എത്ര വലിയ പ്രശ്നങ്ങളായാലും പരിഹരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങൾ അതിന് പല മാർഗങ്ങളും നോക്കിയിട്ടും എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ടും സാധിക്കാത്ത ആ വലിയ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മന്ത്രം ഉപയോഗിക്കുന്നത്. ഈ ഒരൊറ്റ വരി മന്ത്രം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും നിലവിലില്ല എന്ന് തന്നെ പറയാം. ഇത് ചൊല്ലേണ്ടതിന് ചില രീതികളുണ്ട്, ചൊല്ലേണ്ട ചില ദിവസങ്ങളുണ്ട്, പാലിക്കേണ്ട ചില അനുഷ്ഠാനങ്ങളുണ്ട്, ചില ജീവിതചര്യകളുണ്ട്. ഈ 7 ദിവസവും നമ്മൾ ആ രീതിയിൽ വേണം ഈ മന്ത്രം ചൊല്ലാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ മന്ത്രത്തിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചൊല്ലാൻ പറ്റുന്നത് ബുധനാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളിൽ ചൊല്ലി തുടങ്ങാം. ഇത് ഏകാദശി തിഥിയിലുമുള്ള ദിവസങ്ങളിലും ചൊല്ലി തുടങ്ങാവുന്നതാണ്. ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദീപം തെളിയിച്ചിട്ട് വേണം ചൊല്ലാൻ. ഒരിക്കലും തെക്ക് വശത്തോട്ട് ദീപം തെളിയിക്കരുത്. അങ്ങനെ തന്നെ ആരും ചെയ്യില്ല എന്നറിയാം. എങ്കിലും പ്രധാനമായും പറഞ്ഞു തരുന്നതാണ് തെക്ക് ദിശയിലോട്ട് ദീപം തെളിയിക്കാതെ മറ്റേത് ദിശയിലേക്ക് ദീപം തെളിയിച്ചിട്ടും ഈ നാമം ചൊല്ലാം, ഈ മന്ത്രം ചൊല്ലാം. ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു കാരണവശാലും നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല ഈ 7 ദിവസവും. കാരണം നമ്മുടെ അത്രയും വലിയ നടക്കാത്ത ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് 7 ദിവസം നമ്മൾ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഈ മന്ത്രം ചൊല്ലുന്നത്. കൂടുതൽ ഉത്തമം രാവിലെ 4 മുതൽ 9 വൈകുന്നേരം സന്ധ്യാസമയം മുതൽ 8 മണിക്കുള്ളിലുമാണ് ഉത്തമമായ സമയം. ഇതിൽ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ആദ്യം തിരഞ്ഞെടുക്കുന്ന സമയം തന്നെ ആയിരിക്കണം തുടർന്നുള്ള 7 ദിവസവും. ഇതിനൊരു പൂർണ്ണ ചിട്ടയോടുകൂടി തന്നെ ചെയ്യണം. ജോലി സ്ഥലത്തോ യാത്രയിലോ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. യാതൊരു ഫലവും അതിനുണ്ടാവില്ല. ഇതിന് അതിൻ്റെതായ നിഷ്ഠ പാലിച്ച് തന്നെ ചെയ്യണം. ചൊല്ലാനിരിക്കുന്നത് ഒന്നെങ്കിൽ ഒരു തടുക്കോ അല്ലെങ്കിൽ ഒരു പായിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പലകയിലോ, അങ്ങനെ നമ്മൾ മന്ത്ര ഉച്ചാരണങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും വെറും തറയിലിരുന്ന് ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് വീട്ടിൽ ഇത് ചെയ്യാൻ അസൗകര്യം ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു വഴി ക്ഷേത്രത്തിൽ ചൊല്ലാമെന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ എവിടെ ഇരുന്നും ചൊല്ലാം. ക്ഷേത്രത്തിൽ ഇരിക്കാൻ ഒന്നും ഇരിക്കണം, പായോ തടുക്കോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ വേണമെന്ന് ഇല്ല. ക്ഷേത്രത്തിലും പോയി നിങ്ങൾ ചൊല്ലുമ്പോൾ ഒരു സമയനിഷ്ഠ പാലിക്കണം. ഒരു ദിവസം ഒരു ശകല സമയം അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങുക എന്നുള്ളതല്ല. അല്ലാതെ ഈ 7 ദിവസവും ചിട്ടയായ സമയത്ത് നിങ്ങൾ ഈ മന്ത്രം ഉരുവിടുക. സ്ത്രീകളൊക്കെ വീട്ടിൽ നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അധികാലെ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം ഭക്ഷണം വെച്ചു കൊടുക്കാം. കഴിവതും വെക്കേണ്ടാത്ത അവസ്ഥയാണ് ഉത്തമം. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിൽ നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ വെക്കണം എന്നുള്ള ഒരവസ്ഥയുള്ളവരാച്ചാൽ നിങ്ങൾക്ക് വെക്കാം. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ ഈ നാമം ചൊല്ലിയിരിക്കണം. എത്ര തവണയാണ് ഈ നാമം ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ 108 തവണയാണ് ചൊല്ലേണ്ടത്. 108 തവണ ഈ നാമം ചൊല്ലുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഓരോ നാമം ചൊല്ലുമ്പോഴും ഭഗവാനെ പൂർണ്ണരൂപം മനസ്സിൽ, അതായത് ലക്ഷ്മി നരസിംഹസ്വാമിയുടെ, ലക്ഷ്മി സമേതനായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഓരോ നാമം ചൊല്ലിത്തീരുമ്പോഴും. ആ 108 തവണ എന്ന് പറഞ്ഞാൽ ആ 108 തവണയും സമയമെടുത്ത്, വേഗത്തിലല്ല, വളരെ സമയമെടുത്ത് ഭഗവാന്റെ രൂപം മനസ്സിൽ വിചാരിച്ച് നെയ്ദീപത്തിന്റെ മുന്നിലിരുന്ന് വേണം ഈ നാമം ചൊല്ലാൻ. വളരെ പവർഫുൾ ആണ്. യാതൊരു സംശയവും വേണ്ട. ഈ വീഡിയോ കേൾക്കുന്നവര് യാതൊരു സംശയവും ഇല്ലാതെ ധൈര്യമായി നിങ്ങളുടെ ആ വലിയൊരു ആവശ്യത്തിന് വേണ്ടി ഇത് മനസ്സിൽ വിചാരിച്ച് ഈ പറയുന്ന ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് നാമം ജപിച്ചാൽ ആ മന്ത്ര ഉച്ചാരണം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ ആ വലിയ ആഗ്രഹ സഫലീകരണമാണ്. അപ്പോൾ ഈ 7 ദിവസം 108 തവണ ചൊല്ലേണ്ടത്
ഈ 7 ദിവസം നോൺ വെജ് കഴിക്കരുത്. പിന്നീട് ഒരൊറ്റ ആവശ്യമായിരിക്കണം പ്രാർത്ഥിക്കാൻ, ഒരൊറ്റ ആവശ്യം, അല്ലാതെ ഒന്നും കൂടി പറയാൻ പാടില്ല. ഒറ്റ ആവശ്യത്തിന് വേണ്ടി വേണം ഈ 7 ദിവസത്തിലെ പ്രാർത്ഥന. 7 ദിവസത്തിൽ ഒരിക്കൽ പോലും മുടങ്ങാൻ പാടില്ല. ഈ 7 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു 5-ാമത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു എങ്കിലും ഈ 7 ദിവസവും നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ 7 ദിവസം നമ്മള് ഇല്ല മലയ്ക്ക് പാനൊക്കെ മാലയിടുന്നവര് ഉണ്ടല്ലോ, അവരുടെ പോലെ ഭയങ്കരമായിട്ട് നമ്മൾ ആത്മീയമായിട്ടൊരു അടുപ്പം ഉണ്ടാകണം. അപ്പം നിങ്ങൾക്ക് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ രാവിലെ നാമം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം. ഒരേ സമയം ചൊല്ലുക. നെയ്വിളക്ക് തെളിയിച്ച് വേണം. ക്ഷേത്രത്തിൽ ഇരുന്നും ചെയ്യാം. യാത്രയിലോ ജോലിക്കിടയിലോ ചെയ്യാൻ പാടില്ല. ഒരിക്കലും തെക്കോട്ട് തിരിഞ്ഞിരിക്കാനോ തെക്ക് തെളിയിച്ചിട്ടോ ഇത് പാടില്ല. ഇനി എന്താണ് ഈ നാമം? നമ്മൾ ഈയിടെയായിട്ട് നാമങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോ എന്താണ് ഈ നാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓം ശ്രീ ലക്ഷ്മി നരസിംഹ ശരണം പ്രപദ്യേ. ഓം ശ്രീ ലക്ഷ്മി നരസിംഹ ശരണം പ്രപദ്യേ. വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. എന്താണ് നിങ്ങളുടെ ആ പരിഹരിക്കാൻ പറ്റാത്ത ആഗ്രഹം? ആ ആഗ്രഹം പറഞ്ഞിട്ട് വേണം ഈ മന്ത്രം ചൊല്ലാൻ. ഒരിക്കൽ മാത്രം നമ്മൾ ഒരിക്കൽ അത് ജപിക്കാൻ ഇരുന്നാൽ ഇടയ്ക്ക് എണീക്കാൻ പാടില്ല. 108 ഉരുവും ചൊല്ലി അതിന് ശേഷം മാത്രമേ എണീക്കാൻ പാടുള്ളൂ. ചൊല്ലുമ്പോഴോ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് വേണം നിങ്ങൾ ഇത് ചൊല്ലാൻ. ഇത് ചൊല്ലാനിരിക്കുമ്പം നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഫ്രണ്ടിൽ വെച്ചിട്ട് ചൊല്ലിക്കൊള്ളൂ. അതിന് ശക്തി കൂടും. എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആ ജലം കുടിക്കാവുന്നതാണ്. അപ്പോ നമ്മൾ അത്ര ഭക്തിയോടുകൂടി വേണം 108 തവണ ഈ മന്ത്രം ചൊല്ലാൻ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഈ മന്ത്രം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ 7 ദിവസം നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് മാറ്റണം. നിങ്ങളുടേതായ നെഗറ്റീവ് ചിന്തകൾ മാറ്റണം. മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. യാതൊരു കാരണവശാലും നിങ്ങളായിട്ട് ആരോടും വഴക്കിൽ പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ആത്മീയമായ ഒരു വളർച്ച, നല്ലൊരു വളർച്ചയോടു കൂടി, ഒരു മാറ്റത്തോടു കൂടി വേണം ഈ 7 ദിവസം ഇരിക്കാൻ. ഞാൻ ഉറപ്പു തരുന്നു, ഈ 7-ാമത്തെ ദിവസം കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ ഈ വലിയ ആഗ്രഹം സാധിച്ചിരിക്കും. തീർച്ചയാണ്. ഈ പറഞ്ഞ രീതിയിലായിരിക്കണം മന്ത്രോച്ചാരണം ചെയ്യാൻ. എങ്ങനെ? ഓം ശ്രീ ലക്ഷ്മി നരസിംഹ ശരണം പ്രപദ്യേ. ചെറിയ മന്ത്രമല്ല ഇത്. കേൾക്കുമ്പോൾ ഒരു ചെറിയ ഒറ്റവരി മന്ത്രം. ഇതിന് ഇത്ര പവർ ഉണ്ടോ? ഉണ്ട്. ഇതിന് വലിയ പവർ തന്നെ ഉണ്ട്. അതിന്റെ ശക്തി എന്താണെന്ന് നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക, അപ്പം മനസ്സിലാവും. അപ്പോ ഈ നാമം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഇതിന്റെ കൂടെ തന്നെ, വീഡിയോയുടെ കൂടെ തന്നെ ചേർത്തേക്കാം. നിങ്ങൾ ഓരോരുത്തരും നീലാരവിന്ദ മിഴികൾ പൂട്ടി വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. നീലാരവിന്ദ മിഴികൾ പൂട്ടി വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. നീലാരവിന്ദ മിഴികൾ പൂട്ടി വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. നീലാരവിന്ദ മിഴി